ഹായ് ഫ്രണ്ട്സ്, ആലിയാസ് ലിറ്റിൽ ജോയ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് നല്ല സൂപ്പർ സോഫ്റ്റ് ആയിട്ടുള്ളൊരു നാടൻ ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് പുട്ടിൻ്റെ അയവിൽ പൊടിച്ചെടുത്തിട്ടുള്ള വറുക്കാത്ത അരിപ്പൊടിയാണ്. അപ്പോൾ വറുക്കാത്ത അരിപ്പൊടി വേണം ചേർക്കാനായിട്ട്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന വറുത്ത അരിപ്പൊടി ഇതിന് പറ്റില്ല. അല്ലെങ്കിൽ 2 കപ്പ് പച്ചരി വെള്ളത്തിലിട്ട് കുതിർത്തിയതിന് ശേഷം മിക്സിയിലിട്ട് അരച്ചെടുത്താലും മതിയാവും. ഇനി നമ്മളിതിലേക്ക് ചേർക്കാൻ പോകുന്നത് ശർക്കരപ്പാനിയാണ്. 1 കപ്പ് ശർക്കരപ്പാനിയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. 200 ഗ്രാം ശർക്കര പൊടിച്ചത് 1/2 കപ്പ് വെള്ളത്തിൽ മെൽറ്റ് ചെയ്തെടുത്തിട്ടുള്ളതാണിത്. അപ്പോൾ ഞാനിവിടെ പനശർക്കരയാണ് എടുത്തിട്ടുള്ളത്, അതുകൊണ്ടാണ് ഇത്ര ഡാർക്ക് കളറായിരിക്കുന്നത്. ഇപ്പം നിങ്ങൾക്ക് സാധാരണ ലൈറ്റ് കളറിലുള്ള ശർക്കര ചേർക്കാവുന്നതാണ്. ശർക്കരപ്പാനി ചേർത്തതിന് ശേഷം നമുക്കിതിലേക്കൊരു 1/4 കപ്പ് വെള്ളവും കൂടി ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് ചേർക്കാൻ പോകുന്നത് പഴമാണ്. നന്നായിട്ട് പഴുത്തിട്ടുള്ള 3 പാളയം തോടൻ പഴമാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഞാനിവിടെ പാളയം തോടൻ പഴം നന്നായിട്ട് മാഷ് ചെയ്തെടുത്തിട്ടുള്ളതാണ് ചേർത്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ചെടുത്തും ഉപയോഗിക്കാം. ഇനി നമുക്കിതിലേക്ക് തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കണം. ഇപ്പം ഞാനിവിടെ നെയ്യിൽ വറുത്തെടുത്തിട്ടുള്ള ഒരു 1/4 കപ്പ് തേങ്ങാക്കൊത്താണ് ചേർത്തേക്കുന്നത്. ഇതോടൊപ്പം 1 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഈ മധുരം ഒന്ന് ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇതിലേക്ക് 1 നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മളിതിലേക്ക് ചേർക്കാൻ പോകുന്നത് ഒരു 2 ടീസ്പൂൺ നെയ്യാണ്. നെയ്യ് ചേർത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് വേണ്ടത് 1 ടീസ്പൂൺ എള്ളും കൂടിയിട്ടാണ്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിതിൻ്റെ ഒരു അയവ് നോക്കാം. ഇപ്പോൾ കുറച്ചൊരു ഒഴുകുന്ന രീതിയിലാണ് നമുക്ക് ഈ ഉണ്ണിയപ്പത്തിൻ്റെ ബാറ്റർ തയ്യാറാക്കേണ്ടത്. ഈ ബാറ്റർ ഒത്തിരി കട്ടിയാണെങ്കിൽ ഉണ്ണിയപ്പത്തിന് നല്ല സോഫ്റ്റ് ഉണ്ടാവില്ല. ഇനി ഇതെല്ലാം കൂടി മിക്സ് ചെയ്തതിന് ശേഷം ഒരു 5 മണിക്കൂർ നേരത്തേക്കെങ്കിലും മിനിമം റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക. എന്നിട്ട് വേണം ഉണ്ണിയപ്പം ഫ്രൈ ചെയ്യാനായിട്ട്. ഇനി ഉണ്ണിയപ്പം ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം നമ്മൾ ഈ ബാറ്റർ കുറേശ്ശെയായിട്ട് ഒഴിച്ച് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഈ കുഴിയിൽ ഏകദേശം 1/4 ഭാഗത്തോളം വേണം ഒഴിക്കാനായിട്ട്. വെളിച്ചെണ്ണ ഹൈ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് ചൂടായതിന് ശേഷം ഒന്ന് മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് വേണം നമ്മൾ ഈ ബാറ്റർ ഒഴിച്ച് കൊടുക്കാനായിട്ട്. അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് ഇങ്ങനെ ബ്രൗൺ നിറായി പോകും. ഇപ്പോൾ നമ്മുടെ ഉണ്ണിയപ്പമൊക്കെ ഏകദേശം പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമ്മളിത് തിരിച്ചും മറിച്ചും ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ നമ്മളിത് മിനിമം 5 മണിക്കൂർ നേരമെങ്കിലും റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. എങ്കിലാണ് നമുക്ക് ഉണ്ണിയപ്പം നല്ല സോഫ്റ്റായിട്ട് പൊന്തി കിട്ടുക. ഞാനിപ്പോൾ ഇത് ഒരു 2 മണിക്കൂർ മാത്രമേ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ കുറച്ച് കൂടുതൽ സമയമാവുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി നന്നായിട്ടൊന്ന് പൊന്തി കിട്ടും. ഇനി ബാക്കിയുള്ള ഉണ്ണിയപ്പം കൂടി ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതുപോലെ ഉണ്ണിയപ്പം സോഫ്റ്റ് ആവുന്നതിന് വേണ്ടിയിട്ട് ഒരു 1/4 കപ്പ് ഗോതമ്പ് പൊടിയോ മൈദപ്പൊടിയോ ഒക്കെ ചേർത്ത് കൊടുക്കാം. അപ്പം ഞാനിപ്പോൾ അതൊന്നും ചേർത്തിട്ടില്ല. ശരിക്കും നമ്മൾ പാളയം തോടൻ പഴം ചേർത്ത് കൊടുക്കുന്നതുകൊണ്ട് തന്നെ ബേക്കിംഗ് സോഡയുടെയോ ബേക്കിംഗ് പൗഡറിൻ്റെയോ ആവശ്യം വരുന്നില്ല. അതുപോലെ റെസ്റ്റിംഗ് ടൈം വളരെ പ്രധാനമാണ്. അപ്പോൾ മിനിമം 5 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. എങ്കിൽ തന്നെ നമുക്ക് നല്ല സോഫ്റ്റായിട്ട് ഉണ്ണിയപ്പം ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ നാടൻ രീതിയിലുള്ള സൂപ്പർ സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പം ഈ രീതിയിലൊന്ന് ചെയ്ത് നോക്കൂ. അപ്പോൾ നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സ്റ്റേ ബ്ലെസ്ഡ് ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.